അതായത് കളി വെക്കാനുള്ള സാധനങ്ങളാണ് പോയി മേടിച്ചിട്ട് കേട്ടോ. നീയും വാ, നമുക്ക് ഒരുമിച്ച് പോയി സാധനങ്ങൾ വാങ്ങിക്കാം. പിന്നെ ഞാനെങ്ങും വരുന്നില്ല, പണമുള്ളവരങ്ങ് പോയി വാങ്ങിയാൽ മതി. ഞാൻ ജോലിക്കാരി അല്ലല്ലോ. പിന്നെ നീ ഇതെങ്ങോട്ടായി ഒരുങ്ങി കെട്ടി പോകുന്നേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ചിൽ ചെയ്യാൻ പോവാ. എനിക്ക് നിങ്ങളെപ്പോലെ ജോലിയൊന്നുമില്ലല്ലോ, അപ്പം എവിടെ വേണമെങ്കിലും പോവാം. എന്നാലേ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോയിട്ട് വരാം. വിഷു എന്ന് പറഞ്ഞാലേ വിഷുക്കണിയല്ലേ മെയിൻ ഹൈലൈറ്റ്? അല്ല, വിഷു കൈനീട്ടാ. പിന്നെ ഇപ്രാവശ്യത്തെ കാര്യം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെന്റ് ജോലിയുണ്ട്, എനിക്ക് മാത്രമല്ലേ ഉള്ളു ഇല്ലാത്തത്. അപ്പൊ എന്ത് ചെയ്യണം? ഉള്ളവര് ഇല്ലാത്തവർക്ക് കൈനീട്ടം കൊടുക്കണം. അതല്ലേ അതിന്റെ ഒരു ശരി. ഓ, വിഷു കൈനീട്ടം വേണമായിരിക്കും അല്ലേ? ഇപ്പൊ തന്നെ വേണോ അതോ വിഷുണ്ടെന്ന് രാവിലെ മതിയോ? തന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്നാ വാ, കിഴക്കോട്ട് തിരിഞ്ഞ് നിൽക്കേ. നീ കൈനീട്ട്, കണ്ണടച്ചോ. ഇനി കണ്ണുറന്ന് നോക്കേ. അയ്യേ, 1 രൂപയാ? പണത്തിന്റെ വലിപ്പത്തിലല്ല, കൈനീട്ടത്തിന്റെ മൂല്യത്തിലാണ് കാര്യം. എനിക്കൊന്നും വേണ്ട. നീ വിഷമിക്കാതെ എവിടെ നിൽക്കേ. നിനക്ക് ഞാനൊരു സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് സമ്മാനം? നിനക്കല്ലേ ജോലിയില്ല എന്നുള്ള വിഷമം, അതിന് ആർക്കും വിഷു കൈനീട്ടം കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇപ്പൊ പറഞ്ഞേ. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ദിശ അക്കാഡമിയിൽ ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ഇപ്പം വിഷുവിന്റെ 10% ഓഫറും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊന്നും നോക്കിയില്ല, അങ്ങ് പർച്ചേസ് ചെയ്യും. പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല. എനിക്കിങ്ങനെ ക്ലാസ്സിലൊക്കെ നേരിട്ട് പോയി ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തൊക്കെ. ഇത് നീ പറയുന്നത് എനിക്കറിയായിരുന്നു. എന്നാ കേട്ടോ, അവർക്ക് അവിടെ ഓഫ്ലൈൻ കോഴ്സും ഉണ്ട്. അപ്പം നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഏതാന്ന് വെച്ചാൽ ചൂസ് ചെയ്തു. എനിക്ക് 2 ഓപ്ഷനും വേണ്ട. സെലക്ട് എന്നാ എനിക്ക് ഓൺലൈൻ മതി. അപ്പൊ ഹാപ്പി വിഷു.